റമളാൻ എന്ന് പറയുന്നത്. ഈ മാസം നമ്മുടെ പാപങ്ങളെ മുഴുവൻ ഉരുക്കിക്കളയുന്നതിന് വേണ്ടിയാണ്. വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഇസ്തിഗ്ഫാറും തൗബയും ദുആകളും തഹ്മീദും തഹ്ലീലും തദ്കീറുകളുമൊക്കെയായി കരുണാവാരിധിയായ റബ്ബിന്റെ മുമ്പിൽ ഏറ്റവും നിസ്സാരമായ നമ്മുടെ വൈകല്യങ്ങൾ മുതൽ ജീവിതത്തിൽ നമ്മളെ നിരാശരും നിസ്സഹായരുമാക്കും എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച വൻപാവങ്ങളെ അടക്കം കരുണാവാരിധിയായ അല്ലാഹുവിന്റെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഒരുക്കി പാകപ്പെടുത്തി പാപങ്ങളെ മുഴുവൻ കഴുകി തുടച്ച് വൃത്തിയാക്കി നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന മാസമാണ് ഈ റമളാൻ എന്ന് പറയുന്നത്. അതിനെ തുടർന്നുള്ള 11 മാസങ്ങളിലും ഈ റമളാനിന്റെ വിശുദ്ധിയോടുകൂടി ജീവിതത്തെ അഭിമുഖീകരിക്കും എന്നാണ് ഞാനും നിങ്ങളുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. റമളാനിന്റെ മറ്റൊരർത്ഥം നനയ്ക്കുക എന്നുള്ളതാണ്. നന്മകളെ മുഴുവൻ നട്ടുനനച്ച് വളർത്തുക. അധികാര കേന്ദ്രങ്ങൾ, അവസര സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നവർ, മനുഷ്യജീവിതത്തിന്റെ വൈവിധ്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നവർ, തിന്മകളെ നട്ടു വളർത്തി നമ്മുടെ കൊച്ചുകുട്ടികൾ മുതൽ നമ്മുടെ വാർദ്ധക്യത്തെയടക്കം അപകടകരമായി വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മനുഷ്യന്റെ ഭൗതിക ഘടനയെ മാത്രം ഉയർത്തുകയും അതിന്റെ ഘടനാപരമായ സംവിധാനങ്ങളാണ് ഡെവലപ്മെന്റ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മനസ്സിനെ വളർത്തലും മസ്തിഷ്കത്തിനെ ശുദ്ധീകരിക്കലുമാണ് റമളാൻ എന്ന് പറയുന്നത്. ആ മനസ്സിലും മസ്തിഷ്കത്തിലും നന്മകളുടെ എല്ലാ സംവിധാനങ്ങളെയും, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ നന്മകൾക്ക് വേണ്ടി ഏതൊക്കെ ആപ്പുകളുണ്ടോ ആ ആപ്പുകളിൽ മുഴുവൻ നന്മകളെ നിറച്ച് തിന്മകളുടെ ആപ്പുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് അതിനെ നമ്മൾ നിരാകരിച്ച് യഥാർത്ഥത്തിൽ നന്മകളെ നട്ടുവളർത്തുന്നതിനു വേണ്ടിയുള്ള അവസരമായി കൊണ്ടാണ് പരിശുദ്ധ റമളാൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരുന്നത്. റമളാനിന്റെ മറ്റൊരർത്ഥം ഉണക്കിക്കളയുക എന്നുള്ളതാണ്. ചൂട് വെച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാഹിലിയ്യത്ത് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇസ്ലാമിന്റെ ഈ സാങ്കേതിക പദങ്ങളൊന്നും ഗൗരവതരമായി മനസ്സിലാക്കിയവരല്ല നമ്മളിൽ നല്ലൊരു ശതമാനവും. ഹമിയത്തുൽ ജാഹിലിയ്യ, തബറുജുൽ ജാഹിലിയ്യ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഒന്നുൽ ജാഹിലിയ്യ, ഹുക്മുൽ ജാഹിലിയ്യ, വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുള്ള അപകടകരമായ ജാഹിലിയ്യത്തുകൾ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, കേവല നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ജാഹിലിയ്യത്ത് പിന്നീട് അത് ഹുക്മുൽ ജാഹിലിയ്യത്തായിട്ട് മാറുന്നു. അധികാരമുള്ളവരായി, ഭരിക്കുന്നവരായി, ഉദ്യോഗസ്ഥന്മാരായി, സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നവരായി, അടിസ്ഥാനങ്ങളില്ലാത്ത ആദർശവും ആശയങ്ങളും അഖീദയുമില്ലാത്ത, ഒന്നിന്റെയും പിൻബലമില്ലാത്ത, അല്ലാഹുവിന്റെയും പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും ഒന്നും പിൻബലമില്ലാത്ത ദർശനങ്ങൾ, ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നെയും നിങ്ങളെയും ഒക്കെ ആട്ടിത്തൊളിച്ചു കൊണ്ടുപോയി അധികാര ഘടനകൾ നിർമ്മിക്കുകയും അതിന്റെ ചട്ടക്കൂടുകളിൽ നമ്മളെ നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഹുക്മുൽ ജാഹിലിയ്യത്ത് പോയി അത് തബറുജുൽ ജാഹിലിയ്യത്തായി പുളപ്പുള്ള ഗംഭീരമായി വളർന്ന് വികസിച്ച് നമ്മുടെ കണ്ണിനെയും കാഴ്ചയെയും കാതിനെയും കേൾവിയെയും നാക്കിനെയും ചുണ്ടുകളെയും നമ്മുടെ മനസ്സിനെയും മസ്തിഷ്കത്തെയും മനസാക്ഷിയെയും ഒക്കെ അപകടകരമായി അന്ധമാക്കി ഇരുട്ടിലേക്ക് നയിച്ച് വലിയ പുളപ്പുള്ള ഒരു ജാഹിലിയ്യത്ത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മാരകമായ ഘടനയിൽ നമ്മളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇമ്പീരിയലിസം എന്നോ ക്യാപിറ്റലിസം എന്നോ കമ്മ്യൂണിസം എന്നോ അതുപോലെ തന്നെ നാഷണലിസം എന്നോ എന്താണോ ഈ പുതിയ വിഗ്രഹങ്ങൾക്കും അതിന്റെ സംവിധാനങ്ങൾക്കും പറയേണ്ടതെങ്കിൽ ഇതൊക്കെയും മനുഷ്യനെ അപകടകരമായ ധാരണകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവസാനം ഹമിയത്തുൽ ജാഹിലിയ്യ അതാളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ജാഹിലിയ്യത്ത് നമ്മുടെ കുട്ടികളെ ഭ്രാന്തന്മാരാക്കി, നമ്മുടെ കുട്ടികളെ കുട്ടിക്കുരങ്ങന്മാരെ പോലെ വിശുദ്ധ ഖുർആനിൽ ഇസ്രായേൽ സമുദായത്തെ വിശദീകരിച്ചുകൊണ്ട് വജഅല മിൻഹുൽ ഖിറദത വൽ ഖനാസിറ
وعبد الطاغوت أولئك شر مكانا وأضل عن سواء السبيل. ശപിക്കപ്പെടേണ്ട വിഭാഗമാണ് സിയോണിസം എന്ന് പറയുന്നത്, സയണിസം എന്ന് പറയുന്നത്. ആ സയണിസത്തിന്റെ പിന്നിലുള്ള യഹൂദിസത്തിന്റെ അടിസ്ഥാനത്തിൽ വളരുന്ന സയണിസത്തെ, എല്ലാ യഹൂദന്മാരും സയണിസ്റ്റുകളല്ല, വിശദീകരണത്തിലേക്ക് ഞാൻ കടന്നു പോണില്ല. ആ യഹൂദിസത്തിന്റെ സയണിസത്തെ അതിനെ ക്ഷമിച്ചുകൊണ്ട് അല്ലാഹു വിശദീകരിച്ചത്, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ കുരങ്ങുകളെ ഉണ്ടാക്കി, പന്നികളെ ഉണ്ടാക്കി, എല്ലാ ദുർമൂർത്തികളെയും എല്ലാ അതിരുവിട്ടതിനെയും ഇബാദത്ത് ചെയ്യുന്നവരെ അടിമക്കൂട്ടങ്ങളായി, അതിന്റെ വിധേയന്മാരായി, തൊമ്മികളും അടിമകളുമായി ലോകത്തിലെ എല്ലാ അതിക്രമകാരികൾക്കും സുജൂദും റുകൂഉം ഖിയാമും നിർവഹിക്കുന്നവരായി അവരെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഭയം തോന്നും എനിക്കും നിങ്ങൾക്കുമൊക്കെ. ഒരു മൂല്യത്തോടും പ്രതിപത്തിയില്ലാത്ത കുരങ്ങെന്ന് പറയുന്ന പ്രതീകം വളരെ അപകടകരമാണ്. കുരങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒന്നിനെയും ഗൗരവത്തിൽ പരിഗണിക്കില്ല. എല്ലാം ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹയ അദ്ദുനിയ ലഅബുൻ വലഹുൻ. ഇതൊരു രസമാണ്. ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഇതിനപ്പുറം അടിസ്ഥാനങ്ങളിലൊന്നുമില്ല. അടിച്ചു പൊളിക്കുക, തിമർത്തു ജീവിക്കുക. ഒന്നിനെയും വിലക്കെടുക്കേണ്ടതില്ല. അള്ളാഹുവിനെ പരിഗണിക്കേണ്ടതില്ല, മാതാപിതാക്കളെ പരിഗണിക്കേണ്ടതില്ല, ഗുരുക്കന്മാരെ പരിഗണിക്കേണ്ടതില്ല, ധാർമ്മികതകളെ പരിഗണിക്കേണ്ടതില്ല, നിയമങ്ങൾ പാലിക്കേണ്ടതില്ല, സദാചാരവും മൊറാലിറ്റിയും ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എല്ലാറ്റിനെയും വലിച്ചു ചീന്തി പിച്ച് എറിയുക. ലിബറലിസ്റ്റുകളായി, എത്തിസ്റ്റുകളായി, ഫ്രീ തിങ്കേഴ്സായി, അനാർക്കിസ്റ്റുകളായി. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഒക്കെ വളരെ ഗൗരവത്തോടുകൂടി പഠിക്കേണ്ട ജാഹിലിയ്യത്തിന്റെ പ്രയോഗങ്ങളും അതിന്റെ നഖങ്ങളും അതിന്റെ പല്ലുകളും അതിന്റെ നീരാടിക്കൈകളുമാണ് ഇപ്പറയുന്ന സാധനങ്ങൾ. നമ്മുടെ കുട്ടികളെ അത് വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികളെ ലഹരിക്കും പ്രണയത്തിനും ലൈംഗികതയ്ക്കും സകലവിധ അരാജകത്വ പ്രവണതകളിലേക്കും ചേരുന്നിടത്തു നിന്ന് മുഴുവൻ ക്യാമ്പസുകൾ മുതൽ ടൂറുകൾ മുതൽ സംഗമിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും കൂട്ടത്തല്ല നടത്തി ആരെയും എന്തും ചെയ്യാൻ വഴിയില്ലാത്തവണ്ണം എന്റെയും നിങ്ങളുടെയും കുട്ടികളെ കുരങ്ങ് അതിന്റെ കയ്യിൽ കിട്ടിയതിനെ പിച്ചു ചീന്തുന്നത് പോലെ, അവിടെ കുരങ്ങൻ്റെയാണ് കുരങ്ങിന്റെ കയ്യിൽ വല്ലതും കിട്ടിയാൽ മുത്താണോ പവിഴമാണോ വിശുദ്ധമാണോ മൂല്യമുള്ളതാണോ നന്മ നിറഞ്ഞതാണോ വിലപിടിപ്പുള്ളതാണോ, ഇതൊന്നും കുരങ്ങ് പരിഗണിക്കുന്നതല്ല. കുരങ്ങതിനെ പിച്ചു ചീന്തുകയും അതിന്റെ മുഖത്തേക്ക് നോക്കുന്ന നമ്മളോടത് പല്ലിളിച്ച് കാണിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മുടെ തലമുറയുടെ പ്രശ്നമല്ല. നമ്മുടെ തലമുറകളെ ഈയാമ്പാറ്റകളെ പോലെ നമ്മുടെ ഭരണകൂടങ്ങൾ, നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ, നമ്മുടെ ശാസ്ത്ര സംവിധാനങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, നമ്മളുടെ മതത്തിന്റെ കെട്ടുകാഴ്ചകൾ എല്ലാവരും കൂടി വിളമ്പിയതും കുടിച്ചതുമായ കുടികളിലേക്ക് നമ്മുടെ തലമുറ ആഞ്ഞ് പതിച്ചുകൊണ്ട് നമ്മുടെ തല തിരഞ്ഞ്, നമ്മുടെ കഴുത്ത് തിരഞ്ഞ്, ഉമ്മയുടെ ശരീരം തിരഞ്ഞ്, മകളുടെയും പൊങ്ങളുടെയും ഒക്കെ ശരീരം അന്വേഷിച്ച് വൈകൃതങ്ങളുടെ പേക്കോലങ്ങളായി കുരങ്ങിനെ പോലും നാണിപ്പിക്കുമാറ് പുതിയ തലമുറയെ എഴുന്നേറ്റ് നിർത്തുന്ന ജാഹിലിയ്യത്തിന്റെ തബറുൽ ജാഹിലിയ്യത്ത് എന്ന് പറയുന്ന ഹമിയത്തുൽ ജാഹിലിയ്യത്ത് എന്ന് പറയുന്ന ആളിക്കത്തുന്ന നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള മനുഷ്യന്റെ ഹൃദയങ്ങളെ പോലും വേവിച്ചു കളയുമാറ്, ശൂന്യമാക്കി കളയുമാറ് ഭൗതികതയുടെ ഈ ജാഹിലിയ്യത്തിന്റെ എല്ലാ തിന്മകളെയും കരിച്ചു കളഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞ്. ഇതാണ് റമദാൻ. ബാക്കിയിലേക്ക് നമ്മൾ കടന്നു പോണില്ല. ഒരു ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രിയമുള്ള സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതി വെച്ചൊരു സൂക്തമുണ്ട്. സൂറത്തു സജദയിലെ ഭാഗമാണത്. സൂറത്തു ഗാഫിർ, ഹമീം, സജദ. അല്ലദീന യഹ്മിലൂനൽ അർശ, അല്ലാഹുവിന്റെ അർശിനെ വഹിച്ചുകൊണ്ടിരിക്കുന്നവർ, വമൻ ഹൗലഹു, ആ അർശിന് ചുറ്റും ഒരുമിച്ച് കൂടിയിട്ടുള്ളവർ, ലോകത്തിലെ ഏറ്റവും വിശുദ്ധരായ സൃഷ്ടികൾ, മുഖറബീങ്ങളായ മലക്കുകൾ, കലർപ്പില്ലാത്ത കുടിലതകളും കാപട്യങ്ങളുമില്ലാത്ത കിറാമിൻ കാത്തിബീൻ, ഏറ്റവും മാന്യന്മാരായിട്ടുള്ള അല്ലാഹു പറയുന്നത് മാത്രം ചെയ്യുന്ന മലക്കുകൾ അല്ലാഹുവിന്റെ അർശിന് ചുറ്റും ഒരുമിച്ചുകൂടി അതിനെ വഹിച്ച് അവർ അല്ലാഹുവിനെ
തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യനും ജിന്നുകളും മാത്രമാണ് കപട വിഗ്രഹങ്ങളെ, കള്ള വിഗ്രഹങ്ങളെ, പേക്കോലങ്ങളെ, വൈകൃതങ്ങളെ, മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കലയുടെയും സാഹിത്യത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ഒക്കെ പേരിലുള്ള വൈകൃതങ്ങളെ സ്തുതിച്ച് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ച് പ്രകീർത്തനം ചെയ്ത് അവരെ വാഴ്ത്തിക്കൊണ്ട് സബ്ബിഹിസ്മക റബ്ബിക്കൽ അഅ്ലാ, അല്ലാഹുവിനെ വാഴ്ത്തുന്നതിന് പകരം അല്ലാഹു അക്ബർ അല്ലാഹ് എന്ന് പറയുന്നതിന് പകരം ആ ഭരണകൂടമാണ് വലുത്, അതിന്റെ നേതാവാണ് വലുത്, ആ മതസംഘടനയാണ് വലുത്, അതിന്റെ ഷെയ്ഖും മൗലാനയും ഒക്കെയാണ് വലുത്, അതിന്റെ പുരോഹിതനും അതിന്റെ മൗലാനയും ഒക്കെയാണ് വലുത്. അനർഹർ അവിശുദ്ധമായി വാഴ്ത്തപ്പെടുകയും ആ വളരെ അനാശ്വാസകരമായ നിലവാരങ്ങളിലേക്ക് ഈ വ്യക്തികൾ വലിയ മുതകബ്ബിറുകളായി പടരുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച നാഥന്റെ ചുറ്റും ഒരുമിച്ചുകൂടെ അവനെ മാത്രം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുമിനൂന ബിഹി, അഴകുഴമ്പൻ നിലപാടുകളോ അലസമായ നടപടിക്രമങ്ങളോ കൂടി അയലിൽ കയറിയതുപോലെ എന്ന് പറയുന്നത് പോലെയൊന്നുമല്ല. കൃത്യമായ വിശ്വാസത്തോടെ, നിഗതമായ പ്രമാണങ്ങളോടെ, ഉറച്ച ബോധ്യങ്ങളോടെ അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അത് അവര് ചെയ്യുന്ന പണിയാണ്. നിങ്ങൾക്കും വാഴ്ത്താം, എനിക്കും നിങ്ങൾക്കും ഒക്കെ വാഴ്ത്താം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ തക്ബീറ, സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. വാഴ്ത്തലുകൾ, പുകഴ്ത്തലുകൾ, പ്രശംസകൾ, സ്തുതികീർത്തനങ്ങൾ അല്ലാഹുവിന് നൽകുന്നതിന് പകരം മൂന്നാം കിട, നാലാം കിട, ഒരു അധികാരവുമില്ലാത്ത സംവിധാനങ്ങൾക്ക് മുഴുവൻ മനുഷ്യൻ ഇതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ വിശ്വാസപൂർവ്വം വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും എന്നിട്ട് ഈ മലക്കുകളെ കുറിച്ച് പറയുന്നു, വസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, വിശ്വാസികൾക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനും നിങ്ങളുമൊക്കെ ഇരിക്കുന്നത് നിഷ്കളങ്കമാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പാപങ്ങളെയൊക്കെ ഉരുക്കിക്കളഞ്ഞ് തിന്മകളെ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് പുതിയ കാലത്തിന്റെ തിന്മകൾക്കെതിരെ നന്മകളെ പടുത്തു വളർത്തിക്കൊണ്ടുവരാൻ തീരുമാനിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ തെറ്റുകൾ പുറത്തു തരുന്നതിന് വേണ്ടി. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, രക്ഷിതാവേ, വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ, അറിവും അതുപോലെ തന്നെ കാരുണ്യവും കൊണ്ട് വിശാലമാക്കപ്പെട്ടവനെ, ഫഗ്ഫിർ ലില്ലദീന താബൂ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവനെ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. വത്തബഉ സബീലക്, നമ്മൾ ഏത് മാർഗം പിൻപറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? ആരുടെ മാർഗം പിൻപറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? ഏത് വഴിയിലൂടെ സഞ്ചരിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്? അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, ഈ പശ്ചാത്തപിക്കുന്നവർ, ഈ വിശ്വാസികൾ, വത്തബിഉ സബീലക്, നിന്റെ മാർഗമാണ് അവർ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ, ശഹ്റു റമളാൻ, റമളാൻ നമ്മൾ പറഞ്ഞു, ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം വായന എന്നുള്ളതാണ്. ചത്തുപോയ, മലച്ചുപോയ, മരിച്ചുപോയ, നശിച്ചുപോയ നമ്മളുടെ ബുദ്ധിയെയും മസ്തിഷ്കത്തെയും ഉണർത്തുന്നതിന് വേണ്ടി അല്ലാഹു വെച്ചിട്ടുള്ള വായന. ഖുർആൻ എന്നുള്ളതിന്റെ അർത്ഥം വായന എന്നാണ്. വായിക്കുമ്പോൾ മാത്രം നടക്കുന്നതാണത്. നിങ്ങളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും പ്രിന്റ് കിതാബുകളിലും അലമാരകളിൽ അടുക്കി വെച്ചിട്ടുള്ള കിതാബിന് ഖുർആൻ എന്ന് പറയില്ല. ഖുർആനാകുന്നത് ഖുർആനാകുമ്പോഴാണ്, വായിക്കുമ്പോഴാണ് ഖുർആൻ ഉണ്ടാകുന്നത്. ഓതാത്ത ഖുർആൻ, പഠിക്കാത്ത ഖുർആൻ, പ്രവർത്തിക്കാത്ത ഖുർആൻ, എടുക്കാത്ത ഖുർആൻ, പ്രതികരിക്കാത്ത ഖുർആൻ, ഇളകാത്ത ഖുർആൻ, ഇളക്കാത്ത ഖുർആൻ ഖുർആനല്ല. ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം വായന. കളിക്കുമ്പോഴേ, കളി എന്ന് പറയുന്നത് കളിക്കുമ്പോഴുള്ള അവസ്ഥയ്ക്കാണ്. കുളി എന്ന് പറയുന്നത് കുളിക്കുമ്പോഴുള്ള അവസ്ഥക്കാണ്. കുളിക്കാത്തവൻ കുളിയുള്ളവനല്ല, കളിക്കാത്തവൻ കളിയുള്ളവനല്ല. തിന്നുന്നവൻ എന്ന് പറയുന്നത് തിന്നുകൊണ്ടിരിക്കുന്നവനാണ്. സ്വപ്നം കാണുന്നവനോ അല്ലെങ്കിൽ ഊഹങ്ങളിൽ നിൽക്കുന്നവനോ അല്ല. ഖുർആൻ എന്നുള്ള പദത്തിന് അല്ലാഹു നൽകിയിട്ടുള്ള പേര് പോലും വളരെ മനോഹരമാണ്, വായന. ഇഖ്റ, നീ വായിക്കണം. നിങ്ങൾ വായിക്കാറുണ്ടോ? മൊബൈലിന്റെ സ്ക്രീനും കമ്പ്യൂട്ടറിന്റെ സ്ക്രീനും എമ്പുരാനും തമ്പുരാനും ഒക്കെയായി ഹോളിവുഡിന്റെ സ്ക്രീനുകളുമൊക്കെ നമ്മളുടെ കാഴ്ചകളെയും കേൾവികളെയും ഒക്കെ റാഞ്ചിയെടുക്കുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ വായിക്കുവിൻ. ആ ഖുർആൻ വായിച്ചുകൊണ്ട് അന്തം വിട്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാമൂലുകളും മാറാപ്പുകളുമായി ആ
അള്ളാഹുവിന്റെ വലിയകളാണ് ലോകത്തെ സൃഷ്ടിച്ചത്. മുദബ്ബിറായ അലവുകൾ, ലോകം നിയന്ത്രിക്കുന്ന വലിയകളുണ്ട് പോലെ. അങ്ങനെ തുടങ്ങി അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ സകല അടുക്കളകളിലേക്കും ഈ സമുദായത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്നവർ കാഴ്ചയെയും കേൾവിയെയും ഒക്കെ ദിശ തെറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ റമദാനിൽ, ഈ മാസത്തിൽ ആയിരുന്നു നിങ്ങൾക്ക് ഖുർആൻ ഇറങ്ങിയത്. ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കുള്ള മാർഗദർശനമായി. മനുഷ്യർക്കുള്ള മാർഗദർശനം. നിങ്ങൾ ഏതൊക്കെ വഴിയിലൂടെ പോയി, നിങ്ങളുടെ കയ്യിൽ വഴി കാണിക്കാനുള്ള വെളിച്ചവും അതിന്റെ അധികാരവും അതിന്റെ അവകാശവും യോഗ്യതയും നിങ്ങൾക്ക് നൽകുന്ന വിശുദ്ധവേദമുണ്ടായിട്ട് മനുഷ്യരുടെ മുമ്പിൽ സന്മാർഗത്തിന്റെ വിളക്കുമാടങ്ങളായി, പ്രകാശഗോപുരങ്ങളായി, വെളിച്ചങ്ങളായി നിങ്ങൾ മാറുന്നതിന് പകരം ഇരുട്ടിന്റെ ശക്തികളുടെ കപട വെളിച്ചങ്ങളിലൊക്കെ തന്നെയും ഇരകളായി പതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വീഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ചുടികളിലും കുഴികളിലുമൊക്കെ വീണുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ജനങ്ങൾക്ക് വഴിയാവണം. അമേരിക്ക മുതൽ അറബികളടക്കമുള്ള, ഇന്ത്യ മുതൽ ഇന്തോനേഷ്യ അടക്കമുള്ള, ഇറാഖ് മുതൽ ഇസ്രയേൽ അടക്കമുള്ള ലോകത്തെ സകല മനുഷ്യർക്കും വഴി നൽകുന്നതിന് വേണ്ടി നിങ്ങൾ വിടും. സത്യവും അസത്യവും വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയാണിത്. അതിനുകൂടിയുള്ളതാണ് ഈ വേദഗ്രന്ഥം. ഏതാണ് സത്യത്തിന്റെ വഴി, ഏതാണ് അസത്യത്തിന്റെ വഴി, ആരാണ് ശരിയുടെ വഴിയിൽ, ആരാണ് വഴിവിട്ട വഴിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇത് തിരിച്ചറിയുക എന്നുള്ളത്. അതിനായിരുന്നു ഈ മാസം നേരറിയാൻ, ശരിയറിയാൻ, ധാർമ്മികതയുടെയും മൂല്യത്തിന്റെയും സത്യത്തിന്റെയും വക്താക്കളായി നിങ്ങളെ മാറ്റിയെടുക്കാൻ. ഇതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ മഹാമാരാധമാരുടെ പ്രാർത്ഥനകളിൽ നിന്റെ മാർഗത്തിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത്. നരകത്തിൽ നിന്ന് നീ അവരെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. റബ്ബനാ, അല്ലാഹുവേ. ഇതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹ് പറയും, ഈ മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, അദ്ഖിൽഹും, അവരെ നീ പ്രവേശിപ്പിക്കണം, ജന്നാത്തി അദ്നില്ലത്തി വഅദ്തഹും, നീ അവരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗ്ഗത്തിൽ, നീ അവർക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗത്തിൽ നീ അവരെ പ്രവേശിപ്പിക്കണം. വമൻ സ്വലഹ, അവരോട് ഐക്യപ്പെട്ടിട്ടുള്ള, അവരോട് യോജിച്ചു വന്നിട്ടുള്ള, അവരെ പോലെ തന്നെ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള, മിന്നാബാഹിം, അവരുടെ ഉപ്പമാരും ഉമ്മമാരും, സ്വർഗപ്രവേശത്തിന് അർഹത നൽകുന്ന, അർഹത ലഭിച്ചിട്ടുള്ള വാപ്പയാണോ നമ്മൾ, ഉമ്മയാണോ എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ പരിശോധിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ തലമുറ 4 പ്രതികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് ഭരണകൂടം, രണ്ടാമത്തത് മതനേതൃത്വം, മൂന്നാമത്തത് വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക, കലാസാഹിത്യ സംവിധാനങ്ങൾ, നാലാമത്തത് കുടുംബം. ഈ 4ന്റെയും സോഷ്യൽ സെക്യൂരിറ്റിയിലാണ് ഒരു കുട്ടി വളർത്തപ്പെടുന്നത്, ഒരു കൗമാരം വികസിക്കുന്നത്, യുവത്വത്തിലേക്ക് അവൻ കാലുവെക്കുന്നത്, മനുഷ്യത്വത്തിന്റെ വ്യത്യസ്ത ഘടകങ്ങളിലൂടെ അവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ മാതാപിതാക്കളുടെ സ്റ്റേജാണ് ഭരണകൂടത്തെക്കാൾ. കാരണം ഭരണകൂടത്തെ പോലും നിരാകരിക്കാൻ, അധാർമികതയുടെയും അക്രമത്തിന്റെയും സാക്ഷികളായി ഭരണകൂടങ്ങൾ മാറിയാൽ അതിനെ ചെറുക്കാൻ മതം കള്ളത്തരവും കാപട്യവും കെട്ടുകാഴ്ചകളുമായി മാറിയാൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം മുതലാളിത്തത്തിനും ഫാസിസത്തിനും സൈനിസത്തിനുമൊക്കെയുള്ള ഏജൻസി പണിയെടുക്കുന്ന കങ്കാണിമാരെ സൃഷ്ടിക്കുന്ന ഒന്നായി മാറിയാൽ വീടാണ് ഏറ്റവും സുരക്ഷിതമായ കേന്ദ്രം. കോട്ട പോലെ, കെട്ടിടം പോലെ കാവൽ നിൽക്കുന്ന കുട്ടികളെ പക്ഷികളും പറവകളും ആനയും പുലിയുമൊക്കെ സംരക്ഷിക്കുന്നത് പോലെ വഴുതി വീഴുന്നതിൽ നിന്ന്, തകരുന്നതിൽ നിന്ന്, തളരുന്നതിൽ നിന്ന്, നിർജീവമാകുന്നതിൽ നിന്ന്, ജഡമാകുന്നതിൽ നിന്ന് നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ട വാപ്പയും ഉമ്മയും. പോനാണ് നിങ്ങളൊക്കെ, വാപ്പയും സ്വർഗത്ത് പോകണം. മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് പറയുന്നു, അവരുടെ ഉമ്മയെയും ഉപ്പയെയും സ്വർഗത്തിൽ കൊണ്ടുപോകണം. അവരുടെ ഇണകൾ, നമ്മുടെ ഇടതും വലതുമൊക്കെ നമ്മളോടൊപ്പം കിടക്കുന്ന, നമ്മളുടെ കയറ്റത്തിലും ഇറക്കത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും നമ്മളുടെ ആഘോഷത്തിലും ആശങ്കകളിലും സമ്മർദ്ദങ്ങളിലും സംഘർഷങ്ങളിലുമൊക്കെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഇടതും വലതും കിടക്കുന്ന ആടും പെണ്ണുമായിട്ടുള്ള നമ്മുടെ ഇണകൾ, പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് തന്നെയാണോ അവരുടെ യാത്ര? മലക്കുകളുടെ പ്രാർത്ഥനകളിൽ നമ്മളുടെ ഇണകൾ ഉണ്ടാകുമോ? നമ്മളുടെ ഇണകളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലാണോ നമ്മുടെ ദാമ്പത്യത്തെ, നമ്മുടെ കുടുംബജീവിതത്തെ, അതിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? അവരുടെ മക്കളെ വരാനിരിക്കുന്ന തലമുറകളെ മുഴുവൻ നല്ല വിശുദ്ധരായ സംഘങ്ങളായി ഈ കുട്ടികൾ നമ്മുടെ അമാനത്താണ്.
വളരെ ഗൗരവത്തോടെ ഞാൻ ഉണർത്തുന്നു എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ. പുറത്ത് കാവൽക്കാരില്ല, പുറത്ത് സംരക്ഷകന്മാരില്ല. തടയാൻ, പിടിക്കാൻ, വീണാൽ എഴുന്നേൽപ്പിച്ച് ശരിയായ ദിശയിൽ കൊണ്ടുവരാൻ, നിങ്ങളുടെ മക്കൾ ശുദ്ധീകരിക്കപ്പെടാൻ, നിങ്ങളുടെ മക്കൾ മനുഷ്യത്വവും വിശുദ്ധിയും മൂല്യങ്ങളുമുള്ളതായിട്ട് മാറാൻ നമ്മുടെ ഘടനകൾ മുഴുവൻ തകർക്കപ്പെട്ട കാലത്ത് മാതാപിതാക്കൾക്കാണ് അതിന്റെ ബാധ്യതകളുള്ളത്. നിങ്ങളുടെ കുട്ടികളുടെ കൈകൾ നിങ്ങൾ വലിച്ചു പിടിക്കുക, ചേർത്ത് പിടിക്കുക, അമർത്തി പിടിക്കുക. നെഞ്ചോടമർത്തി എന്റെ കുട്ടിയെ ഞാൻ സംരക്ഷിക്കുമെന്ന ഉറച്ച ബോധ്യത്തോടെ മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും പ്രണയത്തിന്റെയും ലൈംഗികതയുടെയും ആഭാസങ്ങളുടെയും സകല മൂല്യങ്ങളുടെയും അടിവേറത്ത വൈകൃതമായി മാറാൻ സാധ്യതയുള്ള എന്റെ മകനെ മാലാഖയേക്കാൾ വിശുദ്ധിയുള്ള, ത്യാഗമുള്ള, മൂല്യമുള്ള മനുഷ്യത്വത്തിന്റെ വിധാനങ്ങളെ പ്രതിനിധീകരിക്കുന്നവനായി എന്റെ കുട്ടിയെ ഞാൻ വളർത്തും ഇന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഇന്നക അസീസുൽ ഹകീം. മാതാപിതാക്കളും ഇണകളും കുട്ടികളും ഒരുമിച്ച് കൂടുന്ന സ്വർഗം, അതാണല്ലോ നമ്മുടെ പ്രതീക്ഷ, അതിനാണല്ലോ നമ്മുടെ യാത്ര, അതിലേക്കാണല്ലോ നമ്മൾ കിതച്ചും കൊതിച്ചുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ആ സ്വർഗത്തിലേക്ക് എത്താൻ ഈ വിശുദ്ധ റമദാനും ഈദുൽ ഫിത്തറുമൊക്കെ നമുക്ക് അർഹത നൽകിയിട്ടുണ്ടോ ഉണ്ട് എന്ന പ്രതീക്ഷയിൽ ഭാവി കാലത്തെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കരുത്തുള്ള തിരഞ്ഞെടുപ്പ് നടത്തുകയും വിൽപ്പവറുള്ള ഇച്ഛാശക്തിയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തുകൊണ്ട് പിടിച്ചു നിന്ന്, കടിച്ചു നിന്ന്, പിടിവിടാതെ, തടറാതെ ജാഹിലിയ്യത്തിന്റെ സംവിധാനങ്ങൾക്ക് മുമ്പിൽ പിശാചിനെ മുട്ടുകുത്തിക്കാൻ കഴിയുന്ന, പിശാചിന്റെ സംരക്ഷകരെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ശക്തിയും വ്യക്തിയുമായിട്ട് മാറാൻ സൗമുള്ളവൻ സ്വായിമായി പോരാളിയായി, പടയാളിയായി, പ്രതികരിക്കുന്നവനും പ്രതിരോധിക്കുന്നവനുമായി, ജാഹിലിയ്യത്തിനെ വെല്ലുവിളിക്കുന്നവരായി മാറാൻ എനിക്കും നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഗൗരവതരമായ പരീക്ഷ. രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഗസയുണ്ടവിടെ. എനിക്കിപ്പോഴാണ് ചില സൂറത്തിന്റെ ആയത്തിന്റെ അർത്ഥം മനസ്സിലാവുന്നത്. പണ്ട് സാധു അർത്ഥാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. മതത്തെ കളവാക്കുന്നവനെ കണ്ടില്ലേ? പ്രതിഫല ദിവസത്തിന് തള്ളിക്കളയുന്നവനെ കണ്ടില്ലേ? അനാഥകളെ ആട്ടിയകറ്റുന്നവൻ, ആ യതീമുകൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കാത്തവൻ. വളരെ സിമ്പിളായ അർത്ഥമായിരുന്നു. അയൽപക്കത്തെ കുട്ടിക്കും ഏട്ടന്റെ മകനും ജ്യേഷ്ഠ പെങ്ങളുടെ മക്കൾക്കുമൊന്നും ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണത്. അനാഥകളും അഗതികളുമായി നിങ്ങളുടെ കീഴിൽ നിങ്ങളുടെ അനിയന്മാർക്കും ജ്യേഷ്ഠന്മാർക്കും പന്നന്മാർക്കും കുടുംബത്തിലുമൊക്കെ അനാഥകളും അഗതികളുമായ മക്കളുണ്ടെങ്കിൽ, പക്ഷേ ഇന്നതിന്റെ സാമൂഹികമായ അർത്ഥം ലോകത്തിന്റെ 15,000-ഓളം കുട്ടികൾ, മാതാപിതാക്കളില്ലാത്ത കുട്ടികൾ ഗസയിൽ ഒന്ന് തലോടാൻ, ഒരു തഴുകൽ നൽകാൻ, ഒരു കുളിര് നൽകാൻ, ചേർത്ത് പിടിക്കാൻ, പുതുവസ്ത്രങ്ങളും മൈലാഞ്ചിയും അണിയിച്ച് ഈദ്ഗാഹിലേക്ക് നയിക്കാൻ ഇല്ലാത്തവണ്ണം, കുടുംബത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരാളില്ലാത്തവണ്ണം 10,000-15,000-ലധികം കുട്ടികൾ, പിറന്നു വീണ പിഞ്ചുകുട്ടികൾ മുതൽ 14, 13, 12, 8, 5, 3, 2 വയസ്സുമൊക്കെയുള്ള കുട്ടികൾ, സയണിസം, അമേരിക്ക എന്ന് പറയുന്ന കാട്, ലോകത്തിലെ നെറികെട്ട രാജ്യം, അതിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് പിഞ്ചു കുട്ടികളെ കൊന്നുതള്ളിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ്, മതത്തെ നിരാകരിക്കുന്നവനെ നീ കണ്ടോ? എന്ത് ക്രിസ്ത്യാനിറ്റി, എന്ത് യഹൂദിസം, ഏത് ഇസ്ലാം, എന്ത് കമ്മ്യൂണിസം, എന്ത് ക്യാപിറ്റലിസം, എന്ത് സോഷ്യലിസമാണ് നിങ്ങൾ പറയുന്നത്? ഇതൊക്കെ മതങ്ങളാണ്. വർത്തമാനകാലത്തിന്റെ അന്തർധാരകളെ നിയന്ത്രിക്കുന്ന നാഷണലിസവും ഫാസിസവും അടക്കമുള്ള, ഡെമോക്രസി അടക്കമുള്ള എല്ലാറ്റിന്റെയും പിന്നിൽ നിന്ന് സംസാരിക്കുന്ന മതങ്ങളോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, മതത്തെ കള്ളവാക്കുന്നവരെ നിങ്ങൾ കണ്ടില്ലേ? ആ പിടഞ്ഞു വീഴുന്ന കുട്ടികൾക്ക് വേണ്ടി, അവരുടെ വിശക്കുന്ന വയറിന് വേണ്ടി, കത്തിയമരുന്ന അവരുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി, എല്ലാം തകർന്ന് തരിപ്പളമാകുന്ന ആ മക്കൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാത്ത ക്രിസ്ത്യാനിറ്റി എന്തിനാണ്? യഹൂദിസം എന്തിനാണ്? ബുദ്ധമതവും ജൈനമതവും ഹിന്ദുമതവും ഒക്കെ എന്തിനാണ്? സോഷ്യലിസവും സെക്യുലറിസവും നാഷണലിസവും ഡെമോക്രസിയും ഒക്കെ എന്തിനാണ്? ധാരാളം ഭാഗങ്ങളുണ്ട്.
കാണാനുള്ള കണ്ണ് തന്നില്ലേ നിങ്ങൾക്ക്? വലിസാനം വശഫതൈൻ, സംസാരിക്കാനുള്ള ചുണ്ടുകളും നാക്കുകളും നൽകിയില്ലേ നിങ്ങൾക്ക്? സോഷ്യൽ മീഡിയകൾ മുതൽ നിങ്ങളുടെ സ്ക്രീനുകളിലടക്കം വലിയ സംസാരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അധികാരഘടനയെ തകർത്ത് മനുഷ്യന്റെ അവകാശങ്ങളെ കൊഞ്ഞനം കുത്തി തകർത്ത് പരിപ്പളവാക്കി മാറ്റുന്ന ഒരുത്തരെതിരെയും ഒരക്ഷരം മിണ്ടാത്ത, ഒന്നും കാണാത്ത നിങ്ങളുടെ കണ്ണുകൾ എന്തിനാണ്? നിങ്ങളുടെ ചുണ്ടുകൾ എന്തിനാണ്? നിങ്ങളുടെ നാവുകൾ എന്തിനാണ്? രണ്ട് വഴിയുള്ളൂ, നന്മയുടെ വഴിയും തിന്മയുടെ വഴിയും. അതുപോലും തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം ട്രാഫിക്കിൽ നിന്ന് ചുഴറിക്കൊണ്ടിരിക്കുന്ന, ഉടറിക്കൊണ്ടിരിക്കുന്ന, വഴിയറിയാതെ നാല് ഭാഗവും പിടച്ചുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതല്ല പറയാ. എന്താ പറയാ നിങ്ങൾക്ക്? പ്രയാസകരമായ വഴിയിലേക്ക് നിങ്ങൾ വരുന്നില്ല. നിങ്ങളുടെ മതം വരുന്നില്ല, നിങ്ങളുടെ രാഷ്ട്രീയം വരുന്നില്ല, നിങ്ങളുടെ വിദ്യാഭ്യാസം വരുന്നില്ല, നിങ്ങളുടെ ശാസ്ത്രം വരുന്നില്ല. പിരടികൾക്ക് മോചനം നൽകുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് രാജ്യവും അതിന്റെ തന്നെ മാരകമായ ഒന്നാമത്തെ ഇസ്രായേലായ അമേരിക്കയും മുഴുവൻ മനുഷ്യാവകാശങ്ങളെയും മനുഷ്യന്റെ ജീവിതത്തിന്റെ അവകാശങ്ങളെയും അടിമവൽക്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് മോചനം നൽകുന്ന പ്രവർത്തനങ്ങൾ നൽകാത്ത മതമെന്തിനാണ്, രാഷ്ട്രീയം എന്തിനാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഞാൻ അവസാനിപ്പിക്കുന്നു ആ ഭാഗം. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. ഗസ്സയോട് സ്വന്തം പിതാവിന്റെ കബറിടത്തിൽ വന്ന് കേടുന്ന മക്കളുടെ ചിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. വാപ്പ എന്ന മോൻ എന്താണ് എഴുന്നേൽക്കാത്തത്? നീ എന്ന ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കൂ, എന്നിട്ട് ഇത് മുഴുവൻ സ്പ്രെഡ് ചെയ്യൂ. കള്ളത്തരങ്ങളും കാപട്യങ്ങളും കൊണ്ട് നടക്കുന്ന സയനിസ്റ്റ് മീഡിയകൾക്ക് പകരം സത്യത്തെ പ്രകാശിപ്പിക്കുന്ന നിന്റെ കണ്ണും നിന്റെ കയ്യും നിയന്ത്രിച്ച ക്യാമറ എടുക്കാൻ നീ എന്താണ് കിടന്നുപോയത്? രക്തസാക്ഷിയായി വീണ അൽ ജസീറയുടെ റിപ്പോർട്ടർ സ്വന്തം മകനെ ചേർത്ത് പിടിച്ച് വാപ്പ ചോദിക്കുന്ന ചോദ്യമുണ്ട്. മഹ്മൂദ് അൽ ഗുൽ എന്ന് പറയുന്ന അൽ ജസീറയുടെ തന്നെ റിപ്പോർട്ടർ പിടഞ്ഞു വീണ ഇസ്രയേലിന്റെ ആക്രമണത്തിന്റെ മുമ്പിൽ രക്തസാക്ഷിത്വം ഭരിച്ചിട്ടുള്ള അവരെ വെച്ചുകൊണ്ട് അവൻ പറയുന്നു, നിങ്ങൾ ഇസ്രയേലിനെ പ്രതിരോധിക്കുകയും ഫലസ്തീനിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓരോ നിമിഷത്തിലും നിങ്ങൾ ചെയ്യേണ്ടുന്ന പണി. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാന് ഇത്തരം സ്കാർഫ് തലയെ കെട്ടുന്ന ആളല്ല. ഇന്ന് പ്രതീകാത്മകമായിട്ടെങ്കിലും ഇത് തലയിലിട്ടത് നമ്മുടെ പ്രിയപ്പെട്ട ഈ ഗസ്സയിലെ പിടഞ്ഞു വീഴുന്ന കുട്ടികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, ഇണകൾക്ക് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക് വേണ്ടി. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ത്രിമൂർത്തികളിൽ പ്രധാനപ്പെട്ട ഒന്നിനെ അപകടകരമായി മലിനീകരിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ട്രംപിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അവർക്കെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോരാടുന്ന ഫലസ്തീനിന്, പോരാടുന്ന ഗസ്സയ്ക്ക്, പോരാടുന്ന ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, ഇത് കെട്ടലല്ല ഐക്യദാർഢ്യം, മനസ്സിന്റെയും മസ്തിഷ്കത്തിന്റെയും വ്യവഹാരങ്ങളിൽ, ജീവിതത്തിന്റെ പ്രായോഗികമായ നടപടിക്രമങ്ങളിൽ ഈ ഇസ്രയേലിനെയും അമേരിക്കയെയും ചെറുക്കാൻ എന്തുണ്ട് എന്നുള്ള ആടുപേറിയ പ്രയോഗങ്ങളിലേക്ക് എന്നെയും നിങ്ങളെയും നയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു കഫിയ തലയിലിട്ടുകൊണ്ട് പ്രാഥമികമായ ഒരു ഐക്യദാർഢ്യം നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ നിർത്താതിരിക്കുക, അവസാനിപ്പിക്കാതിരിക്കുക. ഗസ്സയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഫലസ്തീനികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഹമാസിന് വേണ്ടിയുള്ള പ്രാർത്ഥന, പ്രാർത്ഥനകൾ മാത്രമാണ് നമ്മുടെ ആയുധമെന്ന് പറയുന്നത്. അത്യന്താധുനിക സാങ്കേതിക വൈദഗ്ധ്യമുള്ള സംഘപരിവാരം മുതൽ സയനിസം മുതൽ ഇമ്പീരിയലിസം അടക്കമുള്ള സകലതിനെയും വെല്ലുവിളിക്കാനുള്ള നമ്മുടെ കരുത്ത് നമ്മുടെ പ്രാർത്ഥനകളാണ്. കൈകൾ ഉയരട്ടെ, കണ്ണുകളിൽ വെള്ളം വരട്ടെ, കൽബുകൾ പിടക്കട്ടെ. മനുഷ്യന് വേണ്ടി, മനുഷ്യാവകാശത്തിന് വേണ്ടി അനാഥകളെയും അഗതികളെയും ചവിട്ടി മതിച്ച് നശിപ്പിക്കുന്ന ലോകത്തിന്റെ അധികാര കേന്ദ്രങ്ങൾക്കെതിരെ പ്രാർത്ഥനയെ ആയുധമാക്കി വിശുദ്ധമായ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, നമ്മുടെ രാജ്യം ഇന്ത്യ സംഘപരിവാർ നരേന്ദ്രഭായി ബാബു ബജറംഗി പറയുന്നത്, അദ്ദേഹമാണ് ഗുജറാത്ത് കലാപം 3 ദിവസം ഞങ്ങൾക്ക് ലൈസൻസ് തന്നത്. വെട്ടുക, കൊല്ലുക, കത്തിക്കുക, കുത്തിക്കീറുക, മാനഭംഗം ചെയ്യുക, നിങ്ങൾ അവരെ ഒന്നുമല്ലാതാക്കി മാറ്റുക. നരേന്ദ്രഭായി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ബാബു ബജറംഗി എന്ന് പറയുന്ന സംഘപരിവാരത്തിന്റെ അടുക്കളയിൽ നിന്ന് വിരിഞ്ഞ് പാകപ്പെട്ട് പുറത്തിറങ്ങുന്ന കംസനും രാവണനും ഗോഡ്സെയും അബൂലഹബും അബൂലഹലുമൊക്കെയായി
വേഷം കെട്ടിയാടി മനുഷ്യത്വത്തെ വെല്ലുവിളിക്കുന്ന ഈ സംഘപരിവാരം ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ചിലവിൽ ഈ രാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു, ഈ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഈ രാജ്യത്തിന്റെ അവകാശങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ നാടാണ്. ഈ നാട്ടുകാരനാണ് നമ്മളോട് ദേശസ്നേഹവും രാജ്യസ്നേഹവുമായിട്ട് ചോദ്യം ചെയ്യാൻ വരുന്ന കപട കള്ള സംഘിക്കൂട്ടങ്ങൾക്കെതിരെ, സംഘപരിവാരത്തിനെതിരെ. അത് ഇന്ത്യയല്ല, ഇന്ത്യയിലെ ഹിന്ദു സമുദായമല്ല, ഇന്ത്യയിലെ പൊതുസമൂഹമല്ല, ലോകത്തിലെ അപകടകരമായ ദർശനങ്ങളിലൊന്നായ സംഘപരിവാർ വളരെ മാരകമായി നമ്മുടെ കുട്ടികളെ കൊന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ചെറുപ്പക്കാരെ തകർത്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ പള്ളികൾക്ക് കഫൻ കുതപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ എതിരാളിയെ തകർക്കുന്നതിനുള്ളതായി പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവസാനം അവർ നമ്മുടെ പൗരന്മാരെ ആസാമിൽ നിന്ന് പൗരത്വം പരിശോധിച്ച് ഉമ്മയെ ജയിലിലേക്കും വാപ്പയെ വീട്ടിലേക്കും വാപ്പയെ ജയിലിലേക്കും മകളെ വീട്ടിലേക്കും ഒക്കെ അയച്ച് പൗരത്വമടക്കമുള്ളത് റദ്ദു ചെയ്യുന്ന NRC അടക്കമുള്ള ഭീകരതകൾ അടുക്കളയിൽ വെച്ച് വേവിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കാണുന്നു വഖഫ്. നമ്മുടെ ക്രിസ്ത്യൻ സമുദായം മുനമ്പത്ത് മാത്രമാണ് അവർക്ക് വഖഫുള്ളത്. അവരുടെ വിചാരം മുനമ്പമാണ് വഖഫ്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലെ മുന്നണികളോട് അവർ ആവശ്യപ്പെടുന്നു, നിങ്ങൾ വഖഫിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം. കോൺഗ്രസുകാരോട് BJPക്ക് വോട്ട് ചെയ്യാൻ അറിയുന്ന കത്തോലിക് കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വങ്ങൾ എല്ലാവരും അല്ല, നിലവഴിച്ച പ്രസ്താവനയാണ്. എന്റെ പ്രിയമുള്ളവരെ, ക്രിസ്ത്യൻ സമൂഹത്തോട് നമ്മൾ പറയണം, മുനമ്പം ചെറിയൊരു മുനമ്പ് മാത്രമാണ്. ഇന്ത്യയിലെ വഖഫ് എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ തന്നെ സ്ഥാപനങ്ങൾ പോലെ, ദേവസ്വം പോലെ, അമ്പലങ്ങളും പള്ളികളും ഒക്കെ മനുഷ്യർക്ക് വേണ്ടി ചർച്ചകളും ഒക്കെ നിർമ്മിക്കപ്പെട്ടതുപോലെ മുസ്ലിം സമുദായത്തിന്റെ പൊതുസ്വത്താണ് വഖഫ്. അതൊരു മുനമ്പത്തിന്റെ പ്രശ്നമല്ല. മുനമ്പത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രം ഒരുമിച്ചിരുന്നാൽ മാനുഷികമായിട്ട് അത് പരിഹരിക്കാൻ കഴിയും. പക്ഷെ മുനമ്പത്തിന്റെ മറവിൽ ഒളിച്ചു നിന്ന് സംഘപരിവാരത്തിന്റെ അടുക്കളകളിൽ പാചകം ചെയ്ത് കടിച്ചു വന്നിട്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ അടിവേരക്കാൻ സംഘപരിവാർ പ്രമോട്ട് ചെയ്യുന്ന പദ്ധതികൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ, നാളെ നിങ്ങളുടെ ഊഴമാണ്. ഇന്ന് ഞങ്ങളാണെങ്കിൽ നാളെ നിങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അവസാനിപ്പിക്കുന്നു. വഖഫ് ഇന്ത്യൻ മുസ്ലിമീന്റെ സ്വത്തിനെയും അവന്റെ സമ്പത്തിനെയും അവന്റെ വിശാലമായ സംവിധാനങ്ങളെയും തകർത്തെറിഞ്ഞ് നിസ്സഹായരും നിസ്സംഗരും വെള്ളംകോരികളും അതുപോലെ തന്നെ വറകുവെട്ടികളും ഒന്നിനും കഴിയാത്തവരാക്കി നമ്മളെ മാറ്റാൻ ആഗ്രഹിച്ചുകൊണ്ട് സംഘപരിവാർ പ്രമോട്ട് ചെയ്യുന്ന വഖഫ് ബില്ലിനെതിരെ ജീവൻ മറന്ന് കൈമൈ മറന്ന് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ സ്വത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, മനുഷ്യരുടെ പൊതുസ്വത്തിന്റെ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ പോരാടുമെന്നുള്ള കരുത്തുള്ള പ്രതിജ്ഞകളടക്കം നിർവഹിക്കേണ്ടെന്ന ഏറ്റവും ആനുകാലികമായ സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, സിനിമാ തിയേറ്ററിലേക്ക് പോയി എമ്പുരാനെ വിജയിപ്പിക്കലാണ് നമ്മുടെ ദൗത്യം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അള്ളാഹുവിലേക്ക് ടൂർ ചെയ്ത നമ്മൾ നാളെ ഇനി വണ്ടിയെടുത്ത് സിനിമാ തിയേറ്ററുകൾ മുതൽ ജാഹിലിയ്യത്തിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും കയറിയിറങ്ങി നമ്മുടെ യുവത്വവും കൗമാരവും കാണിക്കുന്ന ഓമ്പിനെക്കാളും വലിയ ടൂറെന്താ? സ്വർഗത്തിലേക്കുള്ള ടൂറ്, അള്ളാഹുവിലേക്കുള്ള ടൂറ്. അതിനേക്കാൾ എന്ത് ടൂറാണുള്ളത്? ഉണ്ട് ഒരു ടൂറ്. നിങ്ങളിൽ കഷ്ടപ്പെടുന്നവരിലേക്ക്, കുടുംബത്തിലെ, അയൽപക്കത്തിലെ, നാട്ടിലെ, സമൂഹത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ടവരിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവരിലേക്ക് നിങ്ങൾ ടൂറ് നടത്തുക. അടിച്ചു പൊളിച്ച് നിമർത്ത് തകർത്ത് ഈ ഒരു മാസം കെട്ടി നിർത്തി നമ്മൾ ആർജിച്ചെടുത്തതിന് മുഴുവൻ ഒരൊറ്റ ദിവസത്തെ 2 ദിവസത്തെ ടൂറ് കൊണ്ട് അയക്കുമരുന്നും മദ്യവും മുതൽ അശ്ലീലതയും അനാശാസ്യതയും അടക്കം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന കുട്ടുകാഴ്ചകളിലേക്ക് സഞ്ചരിക്കുന്നതിന് പകരം ജയിലുകളിൽ നിന്ന് പെരുന്നാളെടുക്കാൻ കഴിയാതെ രോഗങ്ങൾ കൊണ്ട് കട്ടിലുകളിൽ പിടഞ്ഞ് കിടന്നുകൊണ്ടിരിക്കുന്ന, രോഗത്താൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിലും കുരുങ്ങിക്കിടക്കുന്ന കുടുംബങ്ങളിലേക്കും അയൽപക്കങ്ങളിലേക്കും ആകട്ടെ നമ്മുടെ ടൂറുകൾ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പെരുന്നാൾ ഹൃദ്യതയും സന്തോഷവും നിർവൃതിയും ആത്മാഭിമാനവും ഉണ്ടാക്കുന്നതായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈദുൽ ഫിത്തറിന്റെ ഹൃദ്യവും സ്നേഹോഷവുമായ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഇതിന്റെ ബാധ്യതകളെ ഒരിക്കൽ കൂടി തിരിച്ചു പിടിക്കാനും കൈപ്പിടിച്ചമർത്തി നിർത്താനും തീരുമാനപ്പെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ നാഥ. വീഴ്ചകൾ, പോരായ്മകൾ, വൈകല്യങ്ങൾ നീ ഞങ്ങൾക്ക് പരിഹരിച്ചു തരുമാറാകണമേ നാഥ.
റഹ്മാനും റഹീമുമായവനെ, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ നാഥ. ചുടികളും കുടികളും വലകളും കെണികളുമായി ജാഹിലിയ്യത്ത് ഇബ്ലീസ് ഞങ്ങളുടെ മക്കളെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ആൺകുട്ടികൾ, ഞങ്ങളുടെ പെൺകുട്ടികൾ, ഞങ്ങളുടെ യുവത്വം, ഞങ്ങളുടെ കൗമാരം ഞങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ കുട്ടികളെ നീ അനുഗ്രഹിക്കണേ നാഥ. നിന്റെ കണ്ണും നിന്റെ കയ്യും അതിന്റെ തലോടലും തണലും നൽകി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ വീടുകളെ നീ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉമ്മമാർ, ഉപ്പമാർ, അവരോട് നീ കനിവ് കാണിക്കണേ റഹ്മാനെ. ചെറുപ്പത്തിൽ എങ്ങനെയാണോ അവർ ഞങ്ങളെ വളർത്തിയത് അതിനേക്കാൾ കനിവ് നൽകി, കാരുണ്യം നൽകി ഞങ്ങളുടെ ഉമ്മയെ, ഉപ്പയെ, മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ ഇണകളുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ കയറ്റവും ഇറക്കവും സന്തോഷവും സങ്കടവും പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇണകൾ, അല്ലാഹുവേ, അവരിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ തമ്പുരാനെ. യാ റഹ്മാൻ, യാ റഹീം, യാ അർഹമർ റഹീമീൻ, യാ ജബ്ബാർ, യാ ഖഹ്ഹാർ, യാ മുതകബ്ബിർ. ഗസയിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ യുദ്ധം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മർദ്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കരുണാവാരിധിയായ അല്ലാഹുവേ, സിയോണിസത്തെ നീ ക്ഷമിക്കണേ തമ്പുരാനെ. അവരെ നീ നശിപ്പിക്കണേ തമ്പുരാനെ. അവരുടെ ശക്തിയെ നീ ചെറുക്കണേ തമ്പുരാനെ. അവരെ നീ തുരത്തണേ തമ്പുരാനെ. നീ ക്ഷമിച്ചത് എല്ലാ ശാപങ്ങളും നൽകി ഈ സയണിസത്തെ നീ തകർക്കണേ തമ്പുരാനെ. ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഖുദ്സിന് വേണ്ടി, അല്ലാഹുവേ, നിനക്ക് വേണ്ടി മുഹമ്മദ് മുസ്തഫ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാന്മാരായ പ്രവാചകന്മാർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾക്ക് വേണ്ടി മുഴുവൻ സമരം ചെയ്യുന്ന ഗസയിലെ തങ്ങളുടെ സഹോദരങ്ങളെ അവർക്ക് എന്താണോ വേണ്ടത് കുളിർമ നൽകി, ശാന്തി നൽകി, അനുഗ്രഹങ്ങൾ നൽകി, പ്രതിരോധിക്കാനും അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നൽകി, ഉറച്ചു നിൽക്കാനുള്ള സ്ഥൈര്യം നൽകി, അതിജീവിക്കാനുള്ള സംവിധാനങ്ങളും സന്നാഹങ്ങളും നൽകി അല്ലാഹുവേ, ഗസയെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും അവരോട് ഐക്യപ്പെടാനുള്ള അറിവും കഴിവും മാനസികമായ അവസ്ഥകളും നൽകി ഞങ്ങളെ നീ തുണക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പിഞ്ചുകുട്ടികളെ അനാഥരാക്കുന്ന, അവിടുത്തെ സഹോദരികളെ വിധവകളാക്കുന്ന, അവരുടെ മക്കളെ രക്ഷിതാക്കളില്ലാത്തവരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന യഹൂദന്റെ സയനിസത്തെ നീ നശിപ്പിക്കണേ തമ്പുരാനെ. സാമ്രാജ്യത്വത്തിന്റെ പ്രതീകമായ അമേരിക്കയുടെ കുതന്ത്രങ്ങളും കുലിസിത പ്രവർത്തനങ്ങളും മാത്രമാണ് ഇസ്രയേലിനെ നിലനിർത്തുന്നത്. അല്ലാഹുവേ, അവരുടെ ശക്തിയെ നീ തകർക്കണേ തമ്പുരാനെ. അവരെ നീ നശിപ്പിക്കണേ തമ്പുരാനെ. ഇന്ന് ഞങ്ങളുടെ ഇന്ത്യ ഞങ്ങളുടെ നാടാണ്. ഇത് ഞങ്ങളുടെ നാടാണ്. ഞങ്ങളെല്ലാവരും കൂടെ ജീവിക്കുന്നവരാണ്. കരുണാഭാരതിയെ ഞങ്ങളെ ഒറ്റപ്പെടുത്താനും പാർശ്വവൽക്കരിക്കാനും ഞങ്ങളെ ഒന്നുമല്ലാതാക്കാനും ഞങ്ങളുടെ ജീവൻ മുതൽ ഞങ്ങളുടെ സ്വത്തടക്കം കവർന്നെടുക്കാൻ സംഘപരിവാരത്തിന്റെ ആലയിൽ ചുട്ടെടുക്കുന്ന കരിനീളങ്ങളെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുമുള്ള കരുത്തു നൽകി ഈ മുസ്ലിം ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതിന്റെ പണ്ഡിതന്മാരെയും അതിന്റെ നേതാക്കന്മാരെയും ഐക്യപ്പെടാൻ, ഒരുമിക്കാൻ നീ അവരുടെ മാനസിക പൊരുത്തം നൽകി അവരെ നീ ശക്തിപ്പെടുത്തുമാറാകണമേ തമ്പുരാനെ. വിദ്യാഭ്യാസമില്ലാത്ത, സമ്പത്തില്ലാത്ത, തൊഴിലില്ലാത്ത ആ കോടിക്കണക്കിന് വരുന്ന മുസ്ലിം ഉമ്മത്തിനെ ഒന്നുമല്ലാതാക്കി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാരത്തിനെതിരെ, അവരെ മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാ നന്മകളെയും തകർക്കുന്ന ശക്തികൾക്കെതിരെ പ്രതിരോധിക്കാനും പ്രയോഗിക്കാനും കരുത്തുള്ള സംഘമായി എഴുന്നേറ്റ് വരാൻ ഇസ്ലാമിക ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ നാഥ. സ്വർഗം കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. നരകത്തെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹ്, എല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ഏറ്റവും ഉത്തമമായ പദവികളിലേക്ക് ഞങ്ങളെ വളർത്തി വർത്തമാനകാലത്തിന്റെ ജീവിതത്തെ ഏറ്റവും നല്ലതാക്കുകയും മരണാനന്തര ജീവിതത്തിൽ ഞങ്ങളുടെ യാത്ര, മരണം മുതൽ മഹ്ശറ വരെയുള്ള ഘട്ടങ്ങളെ അല്ലാഹുവേ നീ ഞങ്ങളോട് കരുണ കാണിച്ച് നിന്റെ നരകത്തിൽ നിന്ന് രക്ഷ തേടി സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുന്നതിന് അർഹമാക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ നിലനിർത്താൻ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. ഖുർആൻ കൊണ്ടും തഖ്വ കൊണ്ടും നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ നാഥ. അല്ലാഹുമ്മ അർഹംനാ, അല്ലാഹുമ്മ അഇസ്സനാ, അല്ലാഹുമ്മഗ്ഫിർ ലനാ, اللهم انصرنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا دعاءنا وصيامنا وقيامنا وقعودنا وركوعنا وسجودنا واستغفارنا وأعمال صالحاتنا برحمتك يا أرحم الراحمين يا الله يا إلهي يا رب العالمين يا رب السماوات والأرض يا رب العرش العظيم يا رب العرش الكريم يا الله تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله وصلى الله على محمد صلى الله عليه وسلم الله أكبر الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد والسلام عليكم ورحمة الله وبركاته.